നമസ്കാരം എല്ലാവർക്കും. കണ്ടല്ലോ, നമ്മുടെ കിട്ടിക്കുന്ന പാരമീനാണ്. അപ്പൊ പാരമീൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെ എന്ത് ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലൊരു ഫിഷ് കറിയാണ്. ആ ഫിഷ് കറി ഒരു പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അത് പച്ചമുളക്, നമ്മൾ സാധാ മസാലയുടെ കൂടെ തന്നെ പച്ചമുളക് അരച്ച് ചേർത്തിട്ടുള്ള മസാലയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് മീൻ കറിക്ക് അരയ്ക്കാനുള്ള സമയത്ത് അതായത് തേങ്ങ ഉണ്ട്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെ വന്നിട്ട് ജീരകമുണ്ട്. ജീരകം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ അരയ്ക്കാൻ തന്നെ നമ്മൾ അപ്പോഴത്തേക്ക് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പച്ചമുളകും പിന്നെ കൊച്ചുള്ളി. അപ്പം അതിനെ കൊണ്ടുവന്നേ. അപ്പം ഇതാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോണത്. ഒരു പച്ചമുളകാണ് നമ്മൾ ഇടാൻ പോണത്. പിന്നെ വന്നിട്ട് ഒരു ഒരു 4 കൊച്ചുള്ളി നമ്മൾ ഇടാൻ പോവാണ്. പിന്നെ വന്നിട്ട് ഇത്രയ്ക്ക് മുളക് പൊടി, നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ശകലം മഞ്ഞപ്പൊടി, ശകലം നമ്മൾ അതിൻ്റെ മല്ലിപ്പൊടീൻ്റെ നമ്മുടെ ചില്ലി പൗഡറിന്റെ ആ അളവിന്റെ പകുതിയാണ് കേട്ടോ കിട്ടുന്നത്, അത് മല്ലിപ്പൊടി. പിന്നെ ഇത്രയ്ക്ക് ഒരു 10 ജീരകം കൂടെ ഇട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഇത് അരയ്ക്കാൻ പോവാണ്, അരയ്ക്കാനുള്ള പരുവത്തിലാണ്. അപ്പൊ ഇത് പെട്ടെന്ന് നല്ലോണം പേസ്റ്റ് ചെയ്ത് അരയ്ക്കണം, നല്ല മഷി പോലെ നമ്മൾ അരയ്ക്കാൻ പോവാണ്. അപ്പൊ അരയ്ക്കാനുള്ള സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും അരച്ചിട്ട് ഞാൻ അരപ്പം കൊണ്ട് മീൻ കറി ആഡ് ചെയ്യും. വെളിച്ചെണ്ണ ഒഴിക്കാം. ആദ്യം ചട്ടി എടുത്തു, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം കുറച്ച് ഒരു 3 പീസ് 4 പീസ് ഉലുവ ഇടാം. ഉലുവ ഇട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് ബ്രൗൺ ആയി കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് കടുകിടാം. അപ്പൊ നമ്മൾ കടുകിട്ടു, ഉലുവ ഇട്ടു. അപ്പൊ ജസ്റ്റ് 2 മിനിറ്റ് പൊട്ടിയതിനു ശേഷം പിന്നെ വന്നിട്ട് അപ്പൊ നമ്മള് എണ്ണ ഒഴിച്ചു, കടുകിട്ടു, ഉലുവ ഇട്ടു. പിന്നെ വന്നിട്ട് കുറച്ച് സവാള, കുറച്ച് ഒരു നമ്മൾ എടുത്തിരിക്കുന്ന മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3/4 കിലോ വരും. അപ്പൊ അതിനൊരു സവാളയുടെ പകുതി, പിന്നെ കുറച്ച് ഒരു 10 ഗ്രാം ഗാർലിക്, 10 ഗ്രാം ഇഞ്ചി, 10 ഗ്രാം പച്ചമുളക് അതിട്ട്, പിന്നെ കരിയാപ്പലയും കൂടെ ഇട്ട് വെളിച്ചെണ്ണയിൽ നമ്മൾ സോട്ട് ചെയ്യുന്നു റെഡി. അപ്പൊ നമ്മൾ നല്ല മഷി പോലെ അരഞ്ഞ അരപ്പ് നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ ചേർന്ന് പറഞ്ഞാൽ ആൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്താ അതിനൊന്ന് സോട്ട് ചെയ്യാം, ആ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് നമ്മൾ പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക, പിന്നെ കുടംപുളി ഇടുക, എന്നിട്ട് മീൻ വാരി ഇടുക. അത്രേ ഉള്ളൂ. അപ്പൊ നല്ലോണം കുറച്ച് സോട്ടാവട്ടെ, ഒരു 5 മിനിറ്റ് സോട്ടാവട്ടെ. നമ്മളല്ലോ കുടംപുളി എടുത്തു, ഒരു ചെറിയ പീസ് ഉണ്ട്. ഇതെല്ലാം വെള്ളത്തിൽ ചൂട് നിർത്തി ഇടുകയാണ്. അപ്പൊ അതിനൊന്ന് 2 പീസ് നമ്മൾ കുടംപുളി ഇടുക. അപ്പൊ പുളിയെല്ലാം നമ്മൾ ഇറങ്ങട്ടെ. പുളിയെല്ലാം ഇറങ്ങിയതിനു ശേഷം നമ്മൾ ഫിഷ് ഇടുന്നതായിരിക്കും. പിന്നെ ഉപ്പ് ഇടാം. അപ്പൊ നമ്മൾ ഇത്രയ്ക്കുള്ളൂ. നമ്മൾ ഈ പരുവത്തിൽ ശകലം വെള്ളമെല്ലാം ഒഴിച്ചിട്ടുണ്ടല്ലോ, കുറച്ച് ശകലം നമ്മുടെ അരപ്പെല്ലാം ഒഴിച്ച് ശകലം വെള്ളം ഒഴിച്ച്, പിന്നെ അതിനനുസരിച്ച് ഉപ്പ് ഇട്ട്, പിന്നെ കുറച്ച് കുടംപുളി ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നല്ല തിളച്ചതിന് ശേഷം നമ്മൾ മീനിടുന്നതായിരിക്കും. നമ്മള് മീനിടാൻ പോവാണ്. അപ്പൊ എന്താണ് തിളച്ച് ഈ ഒരു കൺസിസ്റ്റൻസി വേണം. അപ്പം ഈ മീൻ ഇത്രയും എനിക്ക് തോന്നുന്ന ഒരു 3/4 കിലോ വരും. ആ മീനിടാൻ പോവാണ്. മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും തുറന്നു നോക്കാം. ഉണ്ടല്ലോ, ആ തിളച്ച് അടിപൊളിയായിട്ടുണ്ടല്ലോ ആ ഒരു മീൻകറിയുടെ പരുവത്തില്. ആ മീനും വെന്തിട്ടുണ്ട്. ഉണ്ടല്ലോ, മീൻ അങ്ങനെ പീസ് ഓടാണ്ട്. ഫൈനലി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഫിനിഷ് ചെയ്യാൻ പോകണം. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നമ്മൾ മീൻ കറി ഇങ്ങനെ റെഡി ആയിട്ടുണ്ടല്ലോ, അടിപൊളിയായിട്ടുള്ള മീൻ കറിയാണ്. അടിപൊളി കണ്ടല്ലോ, തൂമുന്നുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് നല്ല ഫ്ലേവറാണ് കേട്ടോ. ആ മണം നല്ലോണം, ആ പച്ചമുളകും എല്ലാം അരച്ച് വെച്ചപ്പോൾ തന്നെ അതിന്റെ ഫ്ലേവറൊക്കെ നല്ലോണം വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത് നമുക്ക് ചോറിനൂടെ പറ്റിയതാണ്. പിന്നെ ദോശ, പൊറാട്ട, എന്താണ് ചിലര് പുട്ടിൻ്റെ കൂടെ കഴിക്കും മീൻ കറി, ചിലര് ദോശയുടെ കൂടെ കഴിക്കും. പക്ഷെ എനിക്ക് ഇഡ്ഡലിയുടെ ഇഷ്ടമാണ് കേട്ടോ മീൻ കറി. അപ്പൊ എല്ലാവർക്കും ഓരോ കോമ്പിനേഷനാണ്. അപ്പൊ എല്ലാത്തിനും പറ്റിയ ഒരു കിടിലൻ മീൻ കറിയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക.